ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 27-ാം തീയതി. ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 26-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അധ്യായമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് സ്വത്ത് വിഭജനത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. മണ്ണിനോട് സ്നേഹമില്ലാത്തവർ വളരെ ചുരുക്കമാണ്. മണ്ണിനോട് സ്നേഹമുള്ളവർ, വിണ്ണിനോട് അമിതമായ സ്നേഹമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ മണ്ണിനോടൊരു അല്പസ്നേഹം കുറവുള്ളതും. എല്ലാവർക്കും മണ്ണിനോട് സ്നേഹമാണ്. ധാരാളം പറഞ്ഞത് മണ്ണും കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ മണ്ണിനെ സ്നേഹിച്ചില്ല, പിന്നെ എന്തിനാണ് സ്നേഹിക്കേണ്ടത്? അത് ഞാൻ പറയാം, എന്തിനാണ് സ്നേഹിക്കണം? ദൈവം മണ്ണും കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിൽ അത് മണ്ണിനെ സ്നേഹിക്കാൻ വേണ്ടിയല്ല, ഉണ്ടാക്കിയ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. സൃഷ്ടാവിനെ സ്നേഹിക്കാൻ വേണ്ടിയല്ല, സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിച്ചതായിരിക്കുന്ന മണ്ണിനെ സ്നേഹിക്കാൻ വേണ്ടിയല്ല. അവിടെയാണ് മനുഷ്യ തെറ്റിപ്പോകുന്നത്. ഈ അധ്യായത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബിലയാമിൻ്റെ ബാൽപെയോറിൻ്റെ കാര്യത്തിലുള്ള ബാധയൊക്കെ കഴിഞ്ഞു. ഒരുപാട് ആളുകൾ മരിച്ചുപോയി. 24,000 പേര് മരിച്ചുപോയി. ജനസംഖ്യ അത്രയും കുറഞ്ഞു. വേറെ നിരവധി ആളുകളെ കൊല്ലപ്പെട്ടു. ഇക്കാരണത്താൽ ഇസ്രായേലിൽ ഒരു പുതിയ സെൻസസ് എടുക്കണമെന്ന് ദൈവം പറഞ്ഞു. ഒരു പുതിയ സെൻസസ് എടുക്കണം. ഇനി എത്ര പേരുണ്ടെന്ന് അറിയണ്ടേ? കാലാകാലങ്ങളിലായി ഓരോരോ പ്രശ്നങ്ങളുള്ള ബന്ധത്തിൽ അനേകർ ചാകുകയും അനേകർ തുടച്ചു നീക്കപ്പെടുകയും ചെയ്തു. ഇനി എത്ര പേരുണ്ട്? 20 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളെ എണ്ണിയപ്പോൾ 6,1730 ആളുകളുണ്ടായിരുന്നു. അതായത് 40 വർഷം കൊണ്ട് ജനസംഖ്യ വർദ്ധിക്കുന്നതിന് പകരം കുറഞ്ഞു. അതാണ് സംഭവിച്ചത്. 40 വർഷം കൊണ്ട് ജനസംഖ്യ വർദ്ധിക്കുന്നതിന് പകരം കുറഞ്ഞു. പാപത്തിൻ്റെ ഭയങ്കരമായ നശീകരണ ശക്തിയാണ്. ഈ 40 വർഷം കൊണ്ട് ജനസംഖ്യ ഏകദേശം ഇരട്ടിയാകേണ്ടതാണ്. 8 ലക്ഷമെങ്കിലും വരേണ്ടതാണ്. കുറഞ്ഞതേ ഉള്ളൂ. പാപം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സിൻ ഈസ് ഡാമേജിങ്, സിൻ ഈസ് ഡിസ്ട്രക്റ്റീവ്. പാപം എന്ന് പറയുന്നത് നശിപ്പിക്കുന്നതാണ്. പാപത്തിൻ്റെ നശീകരണ ശക്തി ഭയങ്കരമാണ്. ഒരൊറ്റ ദിവസം 24,000 പേരല്ലേ നശിച്ചത് ബാൽപെയോറിൻ്റെ പാപത്തിൽ. അതുപോലെ എത്ര പാപങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഇസ്രായേലിൻ്റെ പാഠം നാം പഠിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതാണ്. നാം നമ്മുടെ കുടുംബം, എൻ്റെ കുടുംബം അങ്ങനെ നശിക്കുവാനിടയാകരുത്. എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും ഒരു ബാൽപെയോർ ഉണ്ടാകരുത്. എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും ഒരു ആഖ്യാനം ഉണ്ടാകരുത്. എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും ഒരു കോലഹം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ദൈവത്തെ മാനിക്കുന്നവരായിരിക്കണം. ജോഷുവ പറഞ്ഞതുപോലെ അങ്ങനെ നമ്മൾ പറയണം. അപ്പോൾ കനാനിലേക്ക് പ്രവേശിക്കുവാനുള്ളതായിരിക്കുന്ന ഒരുക്കങ്ങളാണ് നടന്നത്. അതിന് മുന്നോടിയായി മോശ മുഖാന്തരം ദൈവം യോശുവയ്ക്ക് ദേശത്തിൻ്റെ വിഭജനത്തെക്കുറിച്ച് മുൻകൂർ നിർദ്ദേശം നൽകി. നിങ്ങൾ പോയി കനാനിൽ പോയി രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് ദേശം പിടിച്ചെടുക്കും. ദേശം പിടിച്ചെടുത്താൽ എന്ത് ചെയ്യണം? 12 ഗോത്രങ്ങൾക്കായിട്ട് വിഭജിക്കണം. 2.5 ഗോത്രങ്ങൾക്ക് യോർദാൻ കിഴക്ക് വശത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ളതായിരിക്കുന്ന 9 ഗോത്രങ്ങൾക്ക് നിങ്ങൾ വീതം കൊടുക്കണം. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ദൈവം മുന്നമേ പറഞ്ഞു. അതിന് പ്രകാരം ദേശം 12 ഗോത്രങ്ങൾക്കായി വിഭജിക്കുമ്പോൾ ഓരോ ഗോത്രത്തിനും അവരുടെ ആൾബലം അനുസരിച്ച് ദേശത്തിൻ്റെ വിസ്തൃതി നിശ്ചയിക്കണം. ആളേറെയുള്ള ഗോത്രത്തിന് ഏറെ ഭൂമി നൽകണം, ആൾ കുറവുള്ള ഗോത്രത്തിന് കുറച്ച് ഭൂമി നൽകണം. ഇങ്ങനെ ആളോഹരി തുല്യമായിരിക്കണം. 10 പേരുള്ള കുടുംബത്തിൽ ഓരോ ഏക്കർ വീതം ആളെന്നൊക്കെ ആണെങ്കിൽ 10 ഏക്കർ കിട്ടും. 5 പേരുള്ള കുടുംബത്തിൽ ഓരോ ഏക്കർ വീതമാണെങ്കിൽ 5 ഏക്കർ കിട്ടും. അപ്പോൾ ഒരു കുടുംബത്തിൽ 10 ഏക്കർ, ഒരു കുടുംബത്തിന് 5 ഏക്കർ ഉണ്ടെന്ന് വന്നാലും ആളോഹരി വരുമ്പോൾ ആളൊന്നിക്ക് 1 ഏക്കർ വീതമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ നോക്കണം, നീ യോശുവയോട് കൃത്യമായി നിർദ്ദേശം നൽകണം. ഭൂമി വിതരണം ചെയ്യുമ്പോൾ, വീതിച്ചു വരുമ്പോൾ ആളോഹരി എല്ലാവർക്കും തുല്യമായിരിക്കണം. ഗോത്രത്തിൻ്റെ ഓഹരി വലുതും ചെറുതും വരും. കാരണം ഗോത്രത്തിൽ കൂടുതൽ ആളുകളും കുറച്ച് ആളുകളും വരും. അപ്പോൾ ആളേറെയുള്ള ഗോത്രത്തിന് ഏറെ ഭൂമി കിട്ടും, ആൾ കുറവുള്ള ഗോത്രത്തിന് കുറച്ച് ഭൂമി കിട്ടും. പക്ഷേ ഓരോ ഗോത്രത്തിലെയും ആളുകളെ തമ്മിൽ തല്ലം ചെയ്യുമ്പോൾ എല്ലാവരും തുല്യരാണ്. ദൈവം എത്ര നീതിയുള്ളവനാണെന്ന് ഞാൻ വിചാരിച്ചു. അനുഗ്രഹങ്ങൾ നൽകുമ്പോഴും അവകാശങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും നീതിയായി മാത്രം ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷപാതം ദൈവം ഒരിക്കലും കാണിക്കില്ല. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സേവയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചതായിരിക്കുന്ന ഗോത്രമാണ് ലേവ്യ ഗോത്രം. യഹോവയുടെ പക്ഷത്ത് ആരുണ്ടെന്ന് മോശ പറഞ്ഞപ്പോൾ ലേവ്യ ഗോത്രത്തിലൊരാണിച്ചിട്ട് മാറി നിന്നത്. അവരാണ് 3000 പേര്. അവർ വാളെടുത്താണ് സഹോദരന്മാരെ വെട്ടിക്കൊന്നതെന്ന് വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ. അങ്ങനെയുള്ളതായിരിക്കുന്ന ലേവ്യ ഗോത്രത്തിന് ഇരട്ടി അനുഗ്രഹം കൊടുക്കേണ്ടതല്ലേ? ഇരട്ടി ഭൂമി കൊടുക്കേണ്ടതല്ലേ? ഇല്ല. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ലേവ്യ ഗോത്രക്കാർ ദൈവാരാധനയിൽ നേതൃത്വം നൽകുന്നവരാണ്. അവർ ആരാധനയിൽ നിന്നുള്ള അംശം കൊണ്ട് ജീവിച്ചാൽ മതി. ദൈവം എപ്പോഴും നീതിയുള്ളവനാണ്. ചില ഗോത്രങ്ങൾ അവരുടെ ദോഷമായ പെരുമാറ്റത്താൽ അനുഗ്രഹങ്ങൾക്ക് അയോഗ്യരായി തീർന്നു. എങ്കിലും ഇസ്രായേലിലെ ഒരു ഗോത്രം എന്ന നിലയിൽ അവരെയും മറ്റേത് ഗോത്രം പോലെ തന്നെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം എപ്പോഴും നീതിയുള്ളവനാണ്. ദൈവം തൻ്റെ മക്കളോട്
എല്ലായ്പ്പോഴും നീതിയായി ന്യായമായി മാത്രം ഇടപെടൂ. ദൈവം തന്നെ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണങ്ങളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും ദൈവം കണക്കിലെടുക്കും. അങ്ങനെയാണ് ദൈവം അനുഗ്രഹം നൽകുന്നത്. ഇവൻ എന്നോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എന്നെപ്പറ്റിയുള്ളവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ആത്മീയകാര്യങ്ങളെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്. ആത്മീയകാര്യങ്ങളെ സ്നേഹിക്കുകയും അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കും. ദൈവത്തിന് അവരെ വളരെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ദൈവം തൻ്റെ മക്കളോട് എല്ലായ്പ്പോഴും നീതിയായി ന്യായമായി മാത്രമേ ഇടപെടൂ. അങ്ങനെ ഇടപെടും. അതെ, ദൈവാനുഗ്രഹങ്ങൾക്ക് അർഹരായി തീരുവാൻ നാം ഏറെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടതാണ്. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ദൈവം പകരം കൊടുക്കുമെന്നുള്ള പ്രമാണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ആപ്ലിക്കബിളാണ്. അതേത് കാലത്തും ആപ്ലിക്കബിളാണ്. ഓരോരുത്തരും താൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം യോഗ്യമായ നിലയിൽ പ്രതിഫലം കൊടുക്കുന്നവനാണ് ദൈവം. നീ എന്ത് ചെയ്തു അത് തക്കവണ്ണം നിനക്ക് കിട്ടും. നീ ഒത്തിരി അധ്വാനിച്ചു എന്നുള്ളതല്ല, നീ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ചിലർ ഒരു കാര്യം ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും, ചിലർക്ക് ആ കാര്യം ചെയ്യാൻ 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. അത് പ്രവൃത്തി നോക്കുമ്പോൾ രണ്ടും ഒന്നാണ്. പക്ഷേ പ്രവൃത്തി ചെയ്യാൻ 2 പേരെടുത്ത സമയം നോക്കുമ്പോൾ രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ പിന്നെ ദൈവം ആരാണ് പെട്ടെന്ന് നല്ല നിലയിൽ ആ പ്രവൃത്തി ചെയ്തതെന്ന് നോക്കും. ദൈവം തൻ്റെ മക്കളോട് എല്ലായ്പ്പോഴും നീതിയായി ന്യായമായി മാത്രമേ ഇടപെടൂ. ദൈവം തന്നെ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണങ്ങളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും ദൈവം കണക്കിലെടുക്കുകയും ദൈവാനുഗ്രഹങ്ങൾക്ക് അർഹരായി തീരുവാൻ അവയാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കണം. ദൈവം നമ്മോട് ഇടപെടുമ്പോൾ നീതിയായി ന്യായമായി മാത്രം ഇടപെടൂ. ഓരോരുത്തരും ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എന്നാണ്. അതുകൊണ്ട് ഈ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എന്നുള്ള പ്രമാണം ദൈവം എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രമാണമാണ്. നമ്മൾ ഒത്തിരി ചക്രവർത്താനം പറഞ്ഞുകൊണ്ടൊന്നും ദൈവത്തെ മയക്കാനൊക്കെ ഇല്ല. ദൈവത്തെ ആരും ഇതുവരെ പറഞ്ഞ് മയക്കിയിട്ടില്ല. അതൊക്കെ മനുഷ്യനെ മാത്രമേ മയക്കാൻ സാധിക്കൂ, ദൈവത്തെ മയക്കാനൊക്കെ ഇല്ല. ദൈവം പ്രവൃത്തികളുടെ അന്തസ്സത്തെയാണ് നോക്കുന്നത്. സത്യസന്ധതയും നീതിയും ദയയും കരുണയും ആർദ്രതയും മനസ്സലിവും അതുപോലെ തന്നെ പ്രമാണങ്ങൾ പാലിച്ചാണോ, ദൈവം വെറുക്കുന്ന പാപങ്ങളെ വെറുക്കുന്നവനാണോ, ദൈവം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരാണോ, അതൊക്കെ ദൈവം നോക്കുന്ന ആളെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അങ്ങനെ ദേശം വിഭജിക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായ പ്രതിഫലം കൊടുക്കണമെന്ന് പറഞ്ഞു. അതെ, കർത്താവിൻ്റെ നാമത്തിൽ 1 ഗ്ലാസ് തണുത്ത വെള്ളം കൊടുത്താൽ അതിനും പ്രതിഫലം നൽകുന്ന ദൈവം ദൈവത്തിന് വേണ്ടി സത്യസന്ധമായി നിൽക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തൻ്റെ അനുഗ്രഹങ്ങൾ എത്രയധികം കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രസാദമുള്ള ആളുകളായിട്ട് നമുക്ക് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഭാവങ്ങൾ, നോട്ടങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം ദൈവഹിതത്തിന് വിധേയപ്പെട്ടിരിക്കണം. ദൈവമേ നിൻ്റെ ഹിതം എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം തന്നെ എന്ന് നാം പറയണം. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന് അനുഗ്രഹം നമുക്ക് ധാരാളം കിട്ടും. ദൈവത്തിന് കൊള്ളാകുന്നവരായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ആളോഹരി യോഗ്യമായി പ്രാപിക്കുന്നവരായി നമ്മുടെ അന്ത്യം കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.